നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പോലീസ് മർദ്ദനത്തിനെതിരെ കോൺഗ്രസിന്റെ ജനകീയ പ്രതിഷേധ സദസ്സ്. കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിലും നടന്ന ധർണയിൽ പ്രതിഷേധമിരമ്പി. കുമ്പളയിലെ ടോൾ ഗേറ്റ് നിർമ്മാണം. കർമ്മസമിതി ഹൈക്കോടതിയിൽ നൽകിയ അപ്പീൽ ഹർജിയിൽ വിധി തിങ്കളാഴ്ച. ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസ് മുൻ MLA MC കമറുദ്ദീനും TK പൂക്കോയ തങ്ങൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. കാസർഗോഡ് ഉപജില്ലാ സ്കൂൾ കലോത്സവം. സംഘാടക സമിതി രൂപീകരിച്ചു. കാസർഗോഡ് വെള്ളൂർ പഞ്ചായത്തിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ ക്രമക്കേടെന്ന ആരോപണവുമായി CPIM പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. വിവാഹാഭ്യർത്ഥന നിരസിച്ച വിരോധത്തിൽ യുവതിയെ വഴിയിൽ തടഞ്ഞു നിർത്തി കുത്തി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച സംഭവം. യുവാവ് അറസ്റ്റിൽ. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാലിക്കടവിൽ നടക്കും. സംഘാടക സമിതി രൂപീകരിച്ചു. വാർത്തകൾ വിശദമായി. പോലീസ് മർദ്ദനത്തിനെതിരെ കോൺഗ്രസിന്റെ ജനകീയ പ്രതിഷേധ സദസ്സ്. കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിലും ധർണ സംഘടിപ്പിച്ചു. പോലീസ് സ്റ്റേഷനുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളായി മാറിയെന്ന് ഹൊസ്ദുർഗ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്ന ജില്ലാതല പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. കാസർഗോഡ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്ന ധർണാ സമരം DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് കസ്റ്റഡി മർദ്ദന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയും കോൺഗ്രസ് പ്രവർത്തകരടക്കം പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കപ്പെടുകയും ചെയ്ത സംഭവങ്ങളിലാണ് പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. പോലീസ് മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് നീതി ലഭ്യമാക്കൂ, പോലീസിലെ ക്രിമിനലുകളെ ജയിലിലടയ്ക്കൂ എന്ന മുദ്രാവാക്യവുമായി കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിലും പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഹൊസ്ദുർഗ് പോലീസ് സ്റ്റേഷന് മുന്നിലായിരുന്നു ജില്ലാതല ജനകീയ പ്രതിഷേധ സദസ്സ് നടന്നത്. പോലീസ് സ്റ്റേഷനുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളായി മാറിയെന്ന് പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. മറ്റ് പ്രമുഖ കോൺഗ്രസ് നേതാക്കളും ധർണയെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്ന ധർണാ സമരത്തിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത്. കാസർഗോഡ്, ചെങ്കള, മധൂർ, മൊഗ്രാൽപുത്തൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സദസ്സ് നടത്തിയത്. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജനസമൂഹം കേരളത്തിലെ മൃഗങ്ങളുടെ മനസാക്ഷിയുള്ള പോലീസിന്റെ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ കേരളത്തിന്റെ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന കേരളത്തിലെ പോലീസിന്റെ ഇത്രയും ക്രൂരമായ അക്രമങ്ങൾ ഇതിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ചെങ്കള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ റസാഖ് അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് വട്ടേക്കാട്, M രാജീവൻ നമ്പ്യാർ, R ഗംഗാധരൻ, CV ജെയിംസ്, ശാന്തകുമാരി, ജമീല അഹമ്മദ്, ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. ബേടകം, ചന്തേര, നീലേശ്വരം, ചീമേനി, ചിറ്റാരിക്കാൽ, അമ്പലത്തറ, വെള്ളരിക്കുണ്ട്, രാജപുരം, ബേക്കൽ, ബദിയടുക്ക, ആദൂർ, കുമ്പള, മഞ്ചേശ്വരം എന്നീ പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിലും കോൺഗ്രസ് പ്രവർത്തകർ ജനകീയ സദസ്സ് നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള ആരിക്കാടി ദേശീയപാതയിൽ ടോൾ ഗേറ്റ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് കർമ്മസമിതി നൽകിയ അപ്പീൽ ഹർജിയിൽ തിങ്കളാഴ്ചത്തേക്ക് വിധി പറയും. തലപ്പാടിയിൽ ടോൾ ഗേറ്റ് ഉണ്ടായിരിക്കെ 20 കിലോമീറ്റർ പരിധിയിൽ മറ്റൊരു ടോൾ ഗേറ്റ് അനുവദിക്കില്ലെന്നാണ് കർമ്മസമിതിയുടെ നിലപാട്. ശക്തമായ പ്രക്ഷോഭ പരിപാടികളും കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നുണ്ട്. കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ ടോൾ പ്ലാസ ഉണ്ടെന്നും അതിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ അകലെയായി മറ്റൊരു ടോൾ പ്ലാസയുടെ നിർമ്മാണം നടക്കുന്നത് ദേശീയപാത അതോറിറ്റി നിശ്ചയിച്ച ടോൾ പ്ലാസകൾക്കിടയിലെ 60 കിലോമീറ്റർ ദൂരപരിധി എന്ന ചട്ടത്തിന് വിരുദ്ധമാണെന്നാണ് ആരിക്കാടിയിലെ ടോൾ പ്ലാസ സ്ഥാപിക്കുന്നതിൽ കർമ്മസമിതി പറയുന്നത്. 1964 ദേശീയപാത നിയമപ്രകാരം ഒരു ടോൾ പ്ലാസയ്ക്ക് ശേഷം 60 കിലോമീറ്റർ കഴിഞ്ഞ് മറ്റൊന്ന് പാടുള്ളൂവെന്ന് ദേശീയപാത ചട്ടത്തിലെ വ്യവസ്ഥ ലംഘിച്ചതായി ഹർജികളിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു.
ഇതിൽ ടോൾ ബൂത്ത് നിർമ്മാണത്തിനെതിരെ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനും ആക്ഷൻ കൗൺസിൽ വൈസ് ചെയർമാനുമായ അഷ്റഫ് കർല നൽകിയ ഹർജിയിൽ നിർമ്മാണം സ്റ്റേ ചെയ്തിരുന്നു. ആരിക്കാടിയിലെ ടോൾ പ്ലാസ നിർമ്മാണത്തിനെതിരെ 5 ഹർജികളാണ് കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നത്. പിന്നീട് ഈ ഹർജികൾ പരിഗണിച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ടോൾ പ്ലാസ സ്ഥാപിക്കുന്നതിൽ നിയമലംഘനമില്ലെന്ന് ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ കർമ്മസമിതി ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ നൽകുകയും ദേശീയപാത അതോറിറ്റിക്ക് ടോൾ പിരിക്കുന്നതിനുള്ള അനുമതി ഇതുവരെയായും ലഭിച്ചിട്ടില്ലെന്നും ആരിക്കാടിയിൽ നടക്കുന്നത് അനധികൃത നിർമ്മാണമാണെങ്കിൽ പൊളിച്ചുമാറ്റുവാൻ നിർദ്ദേശം നൽകുമെന്നും കോടതി പരാമർശിച്ചു. അപ്പീൽ ഹർജിയിൽ വിധി പറയുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കർമ്മസമിതിക്ക് വേണ്ടി അഭിഭാഷകനായ ജി ശ്രീകുമാർ ഹാജരായി. ദേശീയപാത 66 ആരിക്കാടിയിൽ താൽക്കാലിക ടോൾഗേറ്റിൻ്റെ നിർമ്മാണം വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ 2 മാസമെങ്കിലും വേണമെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഇതിനിടെ കർമ്മസമിതിയുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ടോൾഗേറ്റ് നിർമ്മാണത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്തുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ മുൻ MLA MC കമറുദ്ദീനും TK പൂക്കോയ തങ്ങൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ഫാഷൻ ഗോൾഡ് ഇടപാടുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ MC കമറുദ്ദീനും TK പൂക്കോയ തങ്ങൾക്കുമെതിരെ 210 കേസുകളാണുള്ളത്. 2 പേരും അറസ്റ്റിലായി 5 മാസത്തിനു ശേഷമാണ് ജയിൽ മോചിതരാകുന്നത്. ചെറുവത്തൂരിലെ ഫാഷൻ ഗോൾഡ് ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട നിക്ഷേപ തട്ടിപ്പ് സംബന്ധിച്ച കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത മുൻ MLA MC കമറുദ്ദീൻ, TP പൂക്കോയ തങ്ങൾ എന്നിവർക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. കഴിഞ്ഞ ഏപ്രിൽ 7-ന് ED അറസ്റ്റ് ചെയ്ത ഇരുവരും 155 ദിവസത്തോളമായി കസ്റ്റഡിയിലാണെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ജാമ്യം അനുവദിച്ചത്. നേരത്തെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് 110 ദിവസത്തോളം കസ്റ്റഡിയിൽ കഴിഞ്ഞതും കോടതി കണക്കിലെടുത്തു. 4 കമ്പനികൾ രൂപവൽക്കരിച്ച് നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു കേസ്. സമാഹരിച്ച തുകയിൽ 20 കോടിയോളം രൂപ വകമാറ്റിയെന്നും ED ആരോപിക്കുന്നു. എന്നാൽ ചതിക്കുക എന്ന ഉദ്ദേശം പ്രതികൾക്കുണ്ടായിരുന്നില്ലെന്നും അതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമുള്ള കുറ്റം നിലനിൽക്കില്ലെന്നും കോടതി വിലയിരുത്തി. അതിനാൽ തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കുറ്റം നിലനിൽക്കില്ല. നിക്ഷേപത്തുക തിരികെ നൽകുവാൻ കഴിയാത്തതിനെ ചതിയായി കാണാനാകില്ല. അനധികൃതമായി നിക്ഷേപം സ്വീകരിച്ചതിന് ബഡ്സ് ആക്ട് പ്രകാരം നടപടിയെടുക്കാം. എന്നാൽ ഇത് ഷെഡ്യൂൾഡ് കുറ്റകൃത്യമല്ലാത്തതിനാൽ PMLA ആക്ട് പ്രകാരം കേസെടുക്കുവാനാകില്ല. പ്രഥമദൃഷ്ട്യാ PMLA പ്രകാരമുള്ള കുറ്റകൃത്യം ചെയ്തതായി കണക്കാക്കാനാകില്ലെന്നും കോടതി വിലയിരുത്തി. വിചാരണ അടുത്തിടെയൊന്നും ആരംഭിക്കുവാനിടയില്ലെന്നതും കോടതി കണക്കിലെടുത്തു. തുടർന്നാണ് 50,000 രൂപയുടെ ബോണ്ടും തുല്യതുകയുടെ 2 ആൾജാമ്യവും എന്ന വ്യവസ്ഥയോടെ ഇരുവർക്കും ജാമ്യം അനുവദിച്ചത്. കേസിൽ ക്രൈംബ്രാഞ്ച് കമറുദ്ദീൻ, പൂക്കോയ തങ്ങൾ ഉൾപ്പെടെ 29 പേരെ പ്രതി ചേർത്തായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി 168 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. കേസിൽ മുഖ്യപ്രതികളുടെ 20 കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് EDയും കേസെടുത്തത്. 20 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നായിരുന്നു EDയുടെ കണ്ടെത്തൽ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പിലിക്കോട് ദേശീയപാതയോരത്തെ വീടുകളിൽ രാത്രിയിലും പുലർച്ചെയും അജ്ഞാതന്റെ അതിക്രമം. ഇരുമ്പായുധങ്ങൾ കൊണ്ട് വാതിലിൽ മുട്ടിവിളിക്കുക, വെള്ളത്തിന്റെ പൈപ്പ് തുറന്നുവിടുക തുടങ്ങിയവയാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത്. പിലിക്കോട് പഞ്ചായത്തിലെ പടുവളം, വറക്കോട്ടുവയൽ, എക്കച്ചി, തോട്ടംഗേറ്റ്, കരക്കേരു തുടങ്ങിയ ഭാഗങ്ങളിലാണ് നാട്ടുകാരെ ആശങ്കപ്പെടുത്തി അജ്ഞാതൻ വിലസുന്നത്. കഴിഞ്ഞ നിരവധി ദിവസങ്ങളായി രാത്രി 12-നും പുലർച്ചെ 3-നും ഇടയിൽ വീടിന് മുന്നിലെ പൈപ്പ് തുറന്നിടുക, ഇരുമ്പായുധങ്ങൾ കൊണ്ട് വാതിലിൽ മുട്ടിവിളിക്കുക എന്നിവ വീട്ടുകാരെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണെന്ന സംശയമാണ് നാട്ടുകാർക്കുള്ളത്. ദേശീയപാതയ്ക്കടുത്തുള്ള പ്രദേശങ്ങളിൽ ദിവസങ്ങളായി ശല്യമുണ്ടായതോടെ സംഘടിച്ച് അജ്ഞാതനെ പിടികൂടുവാനുറച്ച് നാട്ടുകാർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അജ്ഞാതൻ നടന്നു പോകുന്നതിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യം പുറത്തു വന്നതോടെ അതിക്രമം നടത്തിവരുന്ന അജ്ഞാതനായ അയാളെ കണ്ടെത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പിലിക്കോട് പടുവളത്തെ പ്രവാസിയായ അനീഷ് കല്ലത്തിന്റെ വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ ദേശീയപാതയിൽ നിന്നിറങ്ങി വീടിനടുത്തേക്ക് നടന്നു പോകുന്നതിന്റെ ദൃശ്യം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് വെള്ളൂർ പഞ്ചായത്തിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ ക്രമക്കേടെന്ന ആരോപണവുമായി CPIM രംഗത്ത്. വിവിധ വാർഡുകളിൽ ഉൾപ്പെടേണ്ട യഥാർത്ഥ വോട്ടർമാരുടെ പേരുകൾ ഒഴിവാക്കപ്പെടേണ്ട വോട്ടുകൾ കൂട്ടിച്ചേർത്തുവെന്നാണ് ആരോപണം. സംഭവത്തിൽ CPIM പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു.
BJP ഭരിക്കുന്ന വെള്ളൂർ പഞ്ചായത്തിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ പക്ഷപാതപരവും നിയമവിരുദ്ധവുമായ രീതിയാണ് അവലംബിച്ചതെന്ന് CPM വെള്ളൂർ ലോക്കൽ കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. വിവിധ വാർഡുകളിൽ ഉൾപ്പെടേണ്ട യഥാർത്ഥ വോട്ടർമാരുടെ പേരുകൾ ഒഴിവാക്കപ്പെടേണ്ട വോട്ടുകൾ കൂട്ടിച്ചേർത്തു. മാനദണ്ഡപ്രകാരമുള്ള വാർഡ് അതിരുകൾ പൂർണ്ണമായും ലംഘിച്ച് താൽപ്പര്യമുള്ള വാർഡുകളിൽ വോട്ട് മാറ്റി നൽകി തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രവർത്തകർ രംഗത്തെത്തി. വെള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ വോട്ടർ പട്ടിക ക്രമീകരണവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ പക്ഷപാതപരമായ സമീപനമാണ് ആ പഞ്ചായത്തിൽ നടത്തപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, എത്രയോ വർഷങ്ങളായി താമസമില്ലാത്ത BJP അനുകൂലികളായ നൂറുകണക്കിന് വോട്ടർമാരെയാണ് ഈ പട്ടികയിൽ നിലനിർത്തിയിട്ടുള്ളത്. എന്നാൽ ഇടതുപക്ഷ അനുഭാവത്തിലുള്ള 6 മാസം പോലും കല്യാണം കഴിഞ്ഞ് പോയവരെ പോലും ആ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. അതുപോലെ പുതിയതായി അപേക്ഷ കൊടുത്ത പല ഇടതുപക്ഷ അനുകൂലികളുടെ വോട്ടും പട്ടികയിൽ ഉൾപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടി നല്ല ജാഗ്രതയാണ് അവർ കാണിച്ചിട്ടുള്ളത്. എന്നാൽ മറ്റുള്ളവരുടെ വോട്ട്, BJP അനുകൂലികളായ വോട്ട് ഒരു രേഖയുമില്ലാതെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ചില വാർഡുകൾ BJPക്കാരെ വിജയിക്കുന്നതിന് വേണ്ടി പല സ്ഥലത്തു നിന്നുള്ള വോട്ടർമാരെ, പഞ്ചായത്തിന് പുറത്തുള്ളവരെ പോലും ആ വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ബീഹാർ മോഡൽ, തൃശ്ശൂർ മോഡൽ ചില വാർഡുകളിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് വോട്ട് ചേർക്കുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം കൂടിക്കഴിഞ്ഞാൽ വളരെ ജനാധിപത്യ വിരുദ്ധമായ രീതിയിലാണ് ഈ വോട്ടർ പട്ടിക ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഹിയറിംഗിന് ഹാജരാവാത്തവരെയും രേഖകൾ സമർപ്പിക്കാത്തവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയപ്പോൾ കൃത്യമായ രേഖകൾ സഹിതം ഹിയറിംഗിന് ഹാജരായവർക്ക് വോട്ടില്ല. ഒരേ വീട്ടു നമ്പറിൽ തന്നെ 38ഓളം വോട്ടുകൾ ക്രമവിരുദ്ധമായി ചേർത്തു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നും ഇക്കാര്യത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുള്ളതായും ലോക്കൽ സെക്രട്ടറി KH സൂപ്പി പറഞ്ഞു. 2025 വോട്ട് ചേർക്കലിൽ വ്യാപകമായ ക്രമക്കേടാണ് വോട്ടർ ലിസ്റ്റ് കിട്ടിയപാട് നമുക്ക് ബോധ്യപ്പെട്ടത്. ഒരു വാർഡിൽ ഒരു വീട് നമ്പറിൽ 38ഓളം വോട്ടുകൾ അനധികൃതമായിട്ട് കയറ്റിയിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കലക്ടർക്കും പരാതി കൊടുക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. ഏകപക്ഷീയമായി പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ട് വോട്ട് ചേർക്കൽ നടന്നിട്ടുണ്ട്. കർണാടകയിൽ നിന്നും വന്നുള്ള ഗഡി പ്രദേശത്തു നിന്നുള്ള പല ആൾക്കാരെ വോട്ടുകൾ ചില വാർഡുകളിൽ ചേർത്തിട്ടുണ്ട്, കള്ളവോട്ട്. ഇത് തൃശ്ശൂർ മോഡലായി ആവർത്തിക്കുന്ന രീതിയിലേക്കാണ് വെള്ളൂർ പഞ്ചായത്ത് ഇപ്പോൾ ഇവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാർ നടത്തിയിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കലക്ടറോടും ഇലക്ഷൻ കമ്മീഷനോടും ആവശ്യപ്പെടാനുള്ളത്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ പഞ്ചായത്ത് ഓഫീസിലെത്തി CPM പ്രവർത്തകർ പ്രതിഷേധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിനായി 151 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. പണം തരാനുള്ള മനസ്സ് വേണം. പണമുള്ള എല്ലാ ആളുകൾക്കും അതില്ല. ഇവിടെ ഞാൻ ഈ സദസ്സിൽ അതൊന്നും വിവരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെ പണം പിരിച്ച് തഴക്കവും പഴക്കവും ചെയ്യുന്ന നല്ല പ്രാവീണ്യമുള്ള കുറേ ആളുകൾ ഈ സദസ്സിലുണ്ട്. ആരാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ നല്ല അനുഭവ സമ്പത്തുണ്ട് ഈ കാര്യത്തിൽ. അപ്പോൾ നമ്മൾ വലിയ പണക്കാരെടുത്ത് പോയാൽ ചിലപ്പോൾ നമുക്ക് സംഭാവന കിട്ടുകയില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾക്കായിരിക്കും നമുക്ക് സംഭാവന കിട്ടുന്നത്. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അഗസ്റ്റിൻ ബേണാർഡ് വിഷയാവതരണം നടത്തി. നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻമാരായ സഹീർ ആസിഫ്, ഖാലിദ് പച്ചക്കാട്, രജനി പ്രഭാകരൻ, വാർഡ് കൗൺസിലർ രഞ്ജിത, ഹെഡ്മാസ്റ്റർ ഫോറം കൺവീനർ സുനിൽകുമാർ, അബ്ദുറഹ്മാൻ, സ്റ്റാഫ് സെക്രട്ടറി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രിൻസിപ്പൽ PK സുനിൽകുമാർ സ്വാഗതവും ഹെഡ് മിസ്ട്രസ് ഉഷ നന്ദിയും പറഞ്ഞു. ജനപ്രതിനിധികൾ, വിവിധ സ്കൂൾ പ്രിൻസിപ്പൽമാർ, പ്രധാനാധ്യാപകർ, അധ്യാപക സംഘടനാ പ്രതിനിധികൾ, പൂർവ്വ വിദ്യാർത്ഥി ഭാരവാഹികൾ, സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ, രക്ഷിതാക്കൾ, PTA അംഗങ്ങൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു.
നവംബർ ആദ്യവാരം കാസർഗോഡ് HSSലെ വിവിധ വേദികളിൽ കലോത്സവം അരങ്ങേറും. NA നെല്ലിക്കുന്ന് MLA, CH കുഞ്ഞമ്പു MLA എന്നിവർ രക്ഷാധികാരികളായും കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ചെയർമാനും OSA പ്രസിഡന്റ് NA അബൂബക്കർ വർക്കിംഗ് പ്രസിഡന്റ് ജയചന്ദ്രൻ എന്നിവർ വൈസ് ചെയർമാൻമാരായും PTA പ്രസിഡന്റ് NK ഉദയകുമാർ വർക്കിംഗ് പ്രസിഡന്റായും യോഗം തിരഞ്ഞെടുത്തു. കാസർഗോഡ് GHSSലെ പ്രിൻസിപ്പൽ PK സുനിൽകുമാർ കൺവീനറും ഹെഡ്മിസ്ട്രസ് A ഉഷ, വിനോദ് കുമാർ പെരുമ്പള, കാസർഗോഡ് BPO കാസിം എന്നിവർ ജോയിന്റ് കൺവീനർമാരായും കാസർഗോഡ് AEO അഗസ്റ്റിൻ ബെർണാഡ് ട്രഷററായും യോഗം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവാഹാഭ്യർത്ഥന നിരസിച്ച വിരോധത്തിൽ യുവതിയെ വഴിയിൽ തടഞ്ഞു നിർത്തി കുത്തിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. അടൂർ മണ്ടക്കോലിലെ പ്രതാപനെയാണ് ആദൂർ SI വിനോദ് കുമാറും സംഘവും അറസ്റ്റ് ചെയ്തത്. വിവാഹാഭ്യർത്ഥന നിരസിച്ച വിരോധത്തിൽ യുവതിയെ വഴിയിൽ തടഞ്ഞു നിർത്തി കുത്തിക്കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിലെ പ്രതി മണ്ടക്കോൽ സ്വദേശി പ്രതാപനെ ആദൂർ SI വിനോദ് കുമാറും സംഘവും അറസ്റ്റ് ചെയ്തു. ഇയാൾ അടൂരിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപമുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. തിങ്കളാഴ്ച വൈകുന്നേരമാണ് കേസിനാസ്പദമായ സംഭവം. 29കാരി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടയിൽ വഴിയിൽ ഒളിച്ചിരുന്ന പ്രതി എളുവരകുരി എന്ന സ്ഥലത്ത് വെച്ച് തടഞ്ഞു നിർത്തി കഴുത്തിന് കുത്തി പരിക്കേൽപ്പിച്ചുവെന്നാണ് ആദൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നത്. യുവതി പരമാവധി തടഞ്ഞു നിന്നതിനാൽ മാത്രമാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. യുവതിയുടെ ഭർത്താവുമായുള്ള വിവാഹമോചന കേസ് നിയമവഴിയിലാണ്. ഇതിനിടയിൽ ഭർത്താവിന്റെ സുഹൃത്തായ പ്രതാപൻ യുവതിയുമായി സൗഹൃദത്തിലാവുകയായിരുന്നു. പിന്നീട് പ്രതാപൻ വിവാഹാഭ്യർത്ഥന നടത്തിയെങ്കിലും യുവതി നിരാകരിച്ചതാണ് കൊലപാതക ശ്രമത്തിന് കാരണമായതെന്നും കേസിൽ പറയുന്നു. മഞ്ചേശ്വരത്ത് 9 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി യുവാവ് പിടിയിൽ. മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് മൊഗ്രാൽ സ്വദേശി ശിവപ്രസാദ് B പിടിയിലായത്. മംഗലാപുരം ഭാഗത്തു നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് വരികയായിരുന്ന KL 15A0062 നമ്പർ KSRTC ബസ്സിൽ നിന്നും കർണാടക സംസ്ഥാനത്ത് മാത്രം വിൽപ്പനാനുമതിയുള്ള 9 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി യുവാവ് പിടിയിൽ. കാസർഗോഡ് മൊഗ്രാലിലെ ശിവപ്രസാദ് B ആണ് മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിൽ പിടിയിലായത്. എക്സൈസ് ഇൻസ്പെക്ടർ ജിനു ജെയിംസും സംഘവുമാണ് പരിശോധന നടത്തിയത്. സംഘത്തിൽ പ്രിവന്റീവ് ഓഫീസർ ജിജിൻ MV, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ PK ബാബുരാജ്, സിവിൽ എക്സൈസ് ഓഫീസർ സുനിൽ എന്നിവരും ഉണ്ടായിരുന്നു. പ്രതിയെ അറസ്റ്റ് ചെയ്ത് അബ്കാരി കേസെടുത്തു. കേസ് രേഖകളും തൊണ്ടിമുതലുകളും പ്രതിയെയും കെമു മുഖാന്തരം കുമ്പള റേഞ്ചിന് കൈമാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലയൺസ് ക്ലബ്ബ് ഓഫ് വിദ്യാനഗറിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കൈകൊട്ടിക്കളി ഉൾപ്പെടെയുള്ള വിപുലമായ പരിപാടികൾ ഓണാഘോഷത്തെ വർണ്ണാഭമാക്കി. ഓണഘോഷയാത്രയും സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് വിദ്യാനഗറിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷം വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി. കൈകൊട്ടിക്കളി ഓണാഘോഷത്തിന് പൊലിമ പകരുകയും കാഴ്ചക്കാർക്ക് നവ്യാനുഭവം പകർന്നു നൽകുകയും ചെയ്തു. ക്ലബ്ബ് അംഗങ്ങൾ അണിനിരന്ന മനോഹരമായ ഓണഘോഷയാത്രയും നടന്നു. ക്ലബ്ബ് അംഗങ്ങൾക്കായി വിവിധ ഓണ മത്സരങ്ങളും വിവിധ കലാമത്സരങ്ങളും വിനോദ പരിപാടികളും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തിരുവക്കോളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷ പരിപാടികൾ മികവുറ്റതായി. ക്ലബ്ബുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്ന 3 ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ചടങ്ങിൽ ആദരിച്ചു. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. കലാകായിക രംഗത്തും സാന്ത്വന പരിചരണ രംഗത്തും സ്തുത്യർഹമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന തിരുവക്കോളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ വ്യത്യസ്തമായി. പൂക്കള മത്സരം, കമ്പവലി, മ്യൂസിക്കൽ ചെയർ, ചട്ടിപ്പൊട്ടിക്കൽ, സുന്ദരിക്ക് പൊട്ടുതൊടൽ തുടങ്ങി നിരവധി പരിപാടികളിൽ ധാരാളം സ്ത്രീകളും കുട്ടികളും പങ്കെടുത്തു. ക്ലബ്ബുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്ന 3 ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരായ കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP ആയി നിയമിതരും പ്രസിഡന്റിന്റെ പോലീസ് മെഡലിനും അർഹനായ P ബാലകൃഷ്ണൻ നായർ, പ്രസിഡന്റിന്റെ വിശിഷ്ട സേവാ മെഡലിന് അർഹനായ കാഞ്ഞങ്ങാട് DYSP CK സുനിൽകുമാർ, വിശിഷ്ട സേവനത്തിനുള്ള മെഡലിന് അർഹനായ കേരള ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ V ബാലകൃഷ്ണൻ എന്നിവരെ ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ലക്ഷ്മി പൊന്നാടി അണിയിച്ച് ആദരിച്ചു. യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുഖ്യ രക്ഷാധികാരി KG അച്യുതൻ മാസ്റ്റർ സ്വാഗതവും ടാസ്ക് ജനറൽ സെക്രട്ടറി ഹാരിസ് അങ്കക്കളറി നന്ദിയും പറഞ്ഞു. തുടർന്ന് ക്ലബ് മെമ്പർമാരുടെ തിരുവാതിരയും മറ്റ് കലാപരിപാടികളും നടന്നു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ക്ഷീര കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
തൃശൂർ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ ആക്രമിക്കുന്നതിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചന്തേര പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ജനകീയ പ്രതിഷേധ സദസ്സ് നടത്തി. KPCC സെക്രട്ടറി M. അസിനാർ ഉദ്ഘാടനം ചെയ്തു. കാലം മാറും ഭരണം മാറും, കാലം മാറും ഭരണം മാറും, കാലം മാറും ഭരണം മാറും, കാലം മാറും ഭരണം മാറും. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെടുന്ന പൊതുപ്രവർത്തകരെ പോലും അടിച്ച് പരിക്കേൽപ്പിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ദേശീയ തലത്തിൽ തന്നെ കേരള പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കുകയാണെന്ന് KPCC സെക്രട്ടറി M. അസിനാർ പറഞ്ഞു. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രിമാർ എന്ന് പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ക്രിമിനലും ഗുണ്ടയുമായി കൊലക്കേസിന്റെ പ്രതിപോലുമായ വാടിക്കൽ രാമകൃഷ്ണനെ നാളെ ആദ്യമായി കൊലപ്പെടുത്തിയ കേസിലെ രാഷ്ട്രീയ സംഘർഷത്തിൽ കൊലപ്പെടുത്തിയ ആ കേസിൽ പ്രതിയായി ചേർക്കപ്പെട്ട പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ആ ഗുണ്ടാ തലവന് അനുയോജ്യമായ വിധത്തിൽ കേരളത്തിലെ പോലീസിനെ മാറ്റിയെടുത്തതിന്റെ നേർചിത്രങ്ങളാണ് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പിലിക്കോട്, തൃക്കരിപ്പൂർ, വലിയപറമ്പ്, പടന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചന്തേര പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിഷേധ പരിപാടിക്ക് മുന്നോടിയായി കാലിക്കടവ് ടൗണിൽ നിന്നും ചന്തേരയിലേക്ക് പ്രകടനമായാണ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും എത്തിയത്. ജനകീയ പ്രതിഷേധ സദസ്സിൽ പിലിക്കോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MP മനോഹരൻ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, ജനറൽ സെക്രട്ടറി KP പ്രകാശൻ, തൃക്കരിപ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് KV വിജയൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ M. രജീഷ് ബാബു, K. അശോകൻ, K. സജീവൻ, DKTF സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ C. രവി, KV ജതീന്ദ്രൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി K. സിന്ധു, PV കണ്ണൻ മാസ്റ്റർ, K. ശ്രീധരൻ മാസ്റ്റർ, KP ദിനേശൻ, രാഘവൻ കുളങ്ങര എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഗ്ലോബൽ യങ് റിസർച്ചേഴ്സ് അക്കാദമി സെക്രട്ടറിയും പ്രമുഖ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ വിപിൻ ദേവ് വാസുദേവുമായി തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂൾ വിദ്യാർത്ഥികൾ സംവദിച്ചു. കുട്ടികളിൽ ഗവേഷണ പാഠവും അന്വേഷണപരതയും വളർത്തുക എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന ജൈറ കഴിഞ്ഞ 2 വർഷമായി സ്കൂളിൽ സജീവമാണ്. കുട്ടികളിൽ ഗവേഷണ പാഠവും അന്വേഷണപരതയും വളർത്തുക എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന ജൈറ കഴിഞ്ഞ 2 വർഷമായി സെന്റ് പോൾ സ്കൂളിൽ സജീവമാണ്. ലോകമെമ്പാടുമുള്ള സർവകലാശാലകളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരുടെ സന്നദ്ധ സംഘടനയാണ് ഗ്ലോബൽ യങ് റിസർച്ചേഴ്സ് അക്കാദമി ജൈറ. ഓൺലൈൻ ക്ലാസുകളിൽ ലോകത്തിലെ തന്നെ മികച്ച യൂണിവേഴ്സിറ്റിയായ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞനാണ് വിപിൻ ദേവ് വാസുദേവ്. സ്കൂളിലെത്തിയ അദ്ദേഹത്തെ അധ്യാപകരും രക്ഷാകർതൃ സമിതിയും സ്വീകരിച്ചു. തുടർന്ന് കുട്ടികളുമായി വിപിൻ ദേവ് വാസുദേവ് സംവദിച്ചു. ചെറുപ്പം മുതൽ ശാസ്ത്രീയ ചിന്ത വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ മേഖലയിലെത്തിയതിനെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾ ചോദിച്ചറിഞ്ഞു. ചടങ്ങിൽ PTA പ്രസിഡന്റ് കരീം ചന്തേര അധ്യക്ഷത വഹിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ പഠിക്കുന്നത് ചോദ്യങ്ങൾ ചോദിക്കും, അതിന്റെ ഉത്തരം കണ്ടുപിടിക്കും. ഈ ഉത്തരം കണ്ടുപിടിച്ചാൽ നമ്മൾ എന്താ ചെയ്യാം? ഗവേഷകരുടെ ഉത്തരം കണ്ടുപിടിച്ചാൽ അതിനെപ്പറ്റി എഴുതും, ഒരു ലേഖനായിട്ട് എഴുതും. ആ ലേഖനായിട്ട് എഴുതി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് തോന്നുന്നൊക്കെ എഴുതിയാൽ ശരിയാവില്ല. ആ ലേഖനം വേറൊരാൾ വായിച്ചിട്ട് പറയും, ഇയാൾ എഴുതിയിരിക്കുന്നതും ഇയാൾ പഠിച്ച രീതി കറക്റ്റാണ്, ഇയാൾ എഴുതിയിരിക്കുന്ന സാധനങ്ങളൊക്കെ ശരിയാണ്. അപ്പൊ ഈ ലേഖനം സയന്റിഫിക് ആയിട്ട് പ്രസിദ്ധീകരിക്കാം, നമുക്കതിന് ബുക്കായിട്ടോ ഒരു പേപ്പറായിട്ടൊക്കെ എഴുതാൻ പറ്റും. സ്കൂൾ പ്രഥമ അധ്യാപിക സിസ്റ്റർ ഷീന ജോർജ്, C. നിഷ, KP ഷിജിന, വിദ്യാർത്ഥികളായ ഉണ്ണിമാധവ്, A. അഫ്രീദ്, UK അലോക് എന്നിവർ സംസാരിച്ചു. സ്കൂളിലെ അധ്യാപകൻ നവീൻ നാരായണനും വിദ്യാർത്ഥി അഭയദേവും വരച്ച ഡോക്ടർ വിപിൻ ദേവ് വസുദേവിന്റെ ചിത്രം ചടങ്ങിൽ കൈമാറി. തുടർന്ന് സ്കൂളിൽ പ്രവർത്തിക്കുന്ന ജൈറ റിസർച്ച് ടീമുമായി വിപിൻ ദേവ് വസുദേവ് സംസാരിച്ചു. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വാർത്തകൾ തുടരുന്നു.
കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാലിക്കടവിൽ നടക്കും. ഒക്ടോബർ 14-15 തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് സംഘാടക സമിതി രൂപീകരിച്ചു. സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി 2 ദിവസങ്ങളിലായി വിവിധ സെഷനുകളിലായി നടക്കുന്ന കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധി വനിതാ ആദര സമ്മേളനങ്ങളും ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളും എക്സിബിഷനും നടക്കും. കലാപരിപാടികളും അരങ്ങേറും. മഞ്ചേശ്വരത്ത് നിന്ന് പതാക ജാഥയും ഒളവറയിൽ നിന്ന് കൊടിമര ജാഥയും നടക്കും. കാലിക്കടവ് ഫ്രണ്ട്സ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി വി ബാലൻ ഉദ്ഘാടനം ചെയ്തു. അത് സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭാഗമായിട്ട് വാടാരംഗം മാറിയത്. നമുക്കൊരു വാടാരംഗത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ നമ്മുടെ സംഘടനകളാണ് നമ്മളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകോത്തര മണ്ഡലങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു. ലോകോത്തര ശബ്ദ സംവിധാനം നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള മറ്റ് രാജ്യങ്ങളിൽ പോലും ഇടപെടിക്കുന്ന രീതിയിലുള്ള വൈവിധ്യമാർന്ന മാറ്റങ്ങളാണ് പന്തൽ രംഗത്തും ലേഖാസംഘ രംഗത്തും വാടക രംഗത്തും നമ്മുടെ സമൂഹം ഉണ്ടായിരുന്നു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ രാധാകൃഷ്ണൻ, ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി ഷിബു, ട്രഷറർ SS ഹംസ, ജില്ലാ ഭാരവാഹികളായ ബാലൻ വളാന്തോട്, ഫിറോസ് പടിഞ്ഞാർ, പ്രഭാകരൻ പഞ്ചമി, നാസർ മുനമ്പം, സുരേഷ് വെള്ളിക്കോത്ത്, ഹനീഫ്, അഷ്റഫ് കാഫില എന്നിവർ സംസാരിച്ചു. 101 അംഗ സംഘാടക സമിതിക്ക് രൂപം നൽകി. കെ സുരേന്ദ്രൻ ചെയർമാനും പി കുഞ്ഞമ്പു, ബാലൻ വളാന്തോട് എന്നിവർ വർക്കിംഗ് ചെയർമാനും കെ വി ഷിബു ജനറൽ കൺവീനറുമായാണ് സംഘാടക സമിതി രൂപീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. രാമനഗരം 84-85 ബാച്ച് 7ാം ക്ലാസ് കൂട്ടായ്മയുടെ 2ാം വാർഷികാഘോഷവും കുടുംബസംഗമവും നടത്തി. മാവുങ്കാൽ വുമൺസ് ബാങ്ക് ഹാളിൽ വെച്ചാണ് പരിപാടി നടന്നത്. രാമനഗരം 84-85 ബാച്ച് 7ാം ക്ലാസ് കൂട്ടായ്മയായ ഒരുമ 2ാം വാർഷിക ആഘോഷവും ഓണാഘോഷവും കുടുംബസംഗമവും മാവുങ്കാൽ വുമൺസ് ബാങ്ക് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഒരുമ പരിപാടി കൂട്ടായ്മയിലെ അംഗങ്ങളുടെ അമ്മമാർ ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് കുഞ്ഞിനാരായണൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് എ പ്രകാശൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വത്സരാജ്, ഉമ്മ വാഴക്കോട്, വിനു നെല്ലിത്തറ എന്നിവർ സംസാരിച്ചു. കൂട്ടായ്മയുടെ സെക്രട്ടറി വിജയൻ സ്വാഗതവും ജയന്തി നന്ദിയും പറഞ്ഞു. തുടർന്ന് വനിതാ അംഗങ്ങളുടെ തിരുവാതിരയും പുരുഷ വനിതാ അംഗങ്ങൾ ചേർന്ന കൈകൊട്ടിക്കളിയും കുട്ടികളുടെയും അംഗങ്ങളുടെയും വിവിധ കലാകായിക പരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. കാഞ്ഞങ്ങാട് ചെമ്മണ്ണൂർ 3ാം വർഷം വിജയകരമായി പൂർത്തീകരിച്ചു. 3ാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ഷോറൂമിൽ പ്രശസ്ത സിനിമാ സീരിയൽ താരം അമൃത ഗണേഷ് നിർവഹിച്ചു. കാഞ്ഞങ്ങാട് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ 3ാം വർഷം വിജയകരമായി പൂർത്തീകരിച്ച 3ാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ സീരിയൽ താരം അമൃത ഗണേഷ് നിർവഹിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നിയാസും ചടങ്ങിൽ ഒപ്പമുണ്ടായിരുന്നു. ചെമ്മണ്ണൂർ ജ്വല്ലറിയായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ട് ഒത്തിരി കൊളാബറേഷൻസ്, ഷൂട്ട്സ്, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ സ്വന്തം നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇത് 2ാമത്തെ തവണയാണ് ഞാൻ ഈ ഒരു ഷോറൂമിലേക്ക് വരുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ ഭാവിയിലും ഒത്തിരി എന്താ പറയുക ഷൂട്ടും കാര്യങ്ങളും ഇതേപോലെ ഇനാഗ്രേഷൻസും ഒക്കെ കൊളാബറേറ്റ് ചെയ്ത് ചെയ്യാൻ എനിക്കും ചെമ്മണ്ണൂർ ജ്വല്ലറിക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ചടങ്ങിൽ സോണൽ മാനേജർ ബിജു ജോർജ്, റീജിയണൽ മാനേജർമാരായ ജോർജ് MS, അനീഷ് എന്നിവരും സെയിൽസ് ഡെവലപ്മെന്റ് ഓഫീസേഴ്സ് ഹെഡ് ജയപ്രകാശ്, അനിൽകുമാർ എന്നിവരും ഷോറൂം മാനേജർമാരായ ഉമേഷ്, സുധീഷ് എന്നിവരും മാർക്കറ്റിംഗ് മാനേജർമാരായ ഫൗസിയ, രാജു, വിജയൻ, ബിന്ദു എന്നിവരും സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർമാരായ അനിൽ, അൻവർ, പവിത്രൻ, ബജീറ, സൗമ്യ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. അതിന്റെ ആഘോഷം ഇന്നിവിടെ ആരംഭിക്കുകയാണ്. എല്ലാ കസ്റ്റമേഴ്സിനും മിതമായ നിരക്കിൽ സ്വർണം അല്ലെങ്കിൽ ഡയമണ്ട് ആഭരണങ്ങൾ എടുക്കുക എന്നുള്ള സ്വപ്നം ഓണിച്ചുകൊണ്ട് നമ്മൾ വളരെ വിജയത്തിലേക്ക് നമ്മുടെ ഷോറൂം കടക്കുകയാണ്. അതിലേക്ക് ഇന്ന് വന്നു ചേർന്നുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇത്ര കാലം നമ്മൾ സഹകരിച്ച എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതിനോടൊപ്പം ഈ മാസക്കാലം നമുക്ക് ഇന്ന് എല്ലാ പർച്ചേസുകൾക്കും സമ്മാനങ്ങൾ, അതുപോലെ ബമ്പർ പ്രൈസായി റെഫ്രിജറേറ്റർ 1ാം സമ്മാനം, വാഷിംഗ് മെഷീൻ 2ാം സമ്മാനം, മിക്സി ഇതൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ആദ്യ വിൽപ്പന ഖദീജ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ കരാറുകാരുടെ മക്കൾക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചു. സംസ്ഥാന ഭാരവാഹികൾക്കുള്ള സ്വീകരണവും നടന്നു. കേരളത്തിലെ ചെറുകിട കരാറുകാരുടെ പ്രബല സംഘടനയായ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരാറുകാരുടെ മക്കൾക്കുള്ള അനുമോദനവും സുജാത ടീച്ചർ നിർവഹിച്ചു. വിദേശങ്ങളിലേക്കാണ് കൂടുതലായിട്ട് ആകർഷിക്കപ്പെടുന്നത്. പഴയകാലത്ത് ഗൾഫ് നാടുകളിലേക്കായിരുന്നെങ്കിൽ ഇന്ന് യൂറോപ്പിലേക്കാണ്. ഗൾഫ് നാടുകളുടെ പ്രത്യേകത ഒരു നിശ്ചിത കാലഘട്ടം വരെ അവിടെ നിന്നാൽ പിന്നെ ഇങ്ങനെ തിരിച്ചു വരും. യൂറോപ്പിലേക്ക് പോയ കുട്ടികളാരും തിരിച്ചു വരുന്നില്ല എന്നുള്ളതാണ്. അവിടെ തന്നെയാണ് സെറ്റിലാവുന്നത്. ഞാനത് നമ്മുടെ കേരളത്തിൽ നിന്നോ ഒന്നും പറയുന്നത് എൻ്റെ വീട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത്. ജില്ലാ പ്രസിഡന്റ് BM കൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഭാരവാഹികളായ PV കൃഷ്ണൻ, AV ശ്രീധരൻ, PB ദിനേഷ് കുമാർ, KJ വർഗീസ്, KM സഹദേവൻ എന്നിവരെ കോൺട്രാക്ടേഴ്സ് സൊസൈറ്റി പ്രസിഡന്റ് EV കൃഷ്ണ പൊതുവാൾ പൊന്നാടയും ഉപഹാരങ്ങളും നൽകി ആദരിച്ചു. ജില്ലാ സെക്രട്ടറി GS രാജീവ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോലീസ് മർദ്ദനത്തിനെതിരെ കോൺഗ്രസിന്റെ ജനകീയ പ്രതിഷേധ സദസ്സ്. കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിലും നടന്ന ധർണയിൽ പ്രതിഷേധമിരമ്പി. കുമ്പളയിലെ ടോൾ ഗേറ്റ് നിർമ്മാണം. കർമ്മസമിതി ഹൈക്കോടതിയിൽ നൽകിയ അപ്പീൽ ഹർജിയിൽ വിധി തിങ്കളാഴ്ച. ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസ്. മുൻ MLA MC കമറുദ്ദീനും TK പൂക്കോയ തങ്ങൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. കാസർഗോഡ് ഉപജില്ലാ സ്കൂൾ കലോത്സവം. സംഘാടക സമിതി രൂപീകരിച്ചു. കാസർഗോഡ് വെള്ളൂർ പഞ്ചായത്തിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ ക്രമക്കേടെന്ന ആരോപണവുമായി CPIM പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. വിവാഹാഭ്യർത്ഥന നിരസിച്ച വിരോധത്തിൽ യുവതിയെ വഴിയിൽ തടഞ്ഞു നിർത്തി കുത്തി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച സംഭവം. യുവാവ് അറസ്റ്റിൽ. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാലിക്കടവിൽ നടക്കും. സംഘാടക സമിതി രൂപീകരിച്ചു.